എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാറ്ററിംഗുകാർ കറികളുടെ സ്വാദ് കൂട്ടാനും ജോലിഭാരം കുറയ്ക്കാനും പലതരം മസാലപ്പൊടികളൊക്കെ തയ്യാറാക്കി വെക്കാറുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടി ഞാൻ കാണിച്ചു തരുന്നത് പെർഫെക്റ്റ് ആയിട്ട് കുരുമുളക് പൊടി നമ്മുടെ വീടുകളിൽ തയ്യാറാക്കി എടുക്കുന്നതാണ്. ഇങ്ങനെ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ കറികളിൽ മാത്രമല്ല ശരീര അസ്വസ്ഥതകൾ തോന്നുന്ന സമയത്തും നല്ലൊരു ചായ തയ്യാറാക്കി എടുക്കാനും വളരെ തന്നെ നല്ലതാണ്. അപ്പൊ നോക്കിയാലോ എങ്ങനെയാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു കുരുമുളക് പൊടി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. നമ്മുടെ വീടുകളിൽ പെർഫെക്റ്റ് ആയിട്ട് കുരുമുളക് പൊടി എങ്ങനെയാണ് പൊടിച്ച് വെക്കേണ്ടതെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടെ ഞാൻ കാണിച്ചു തരുന്നത്. 1/4 കിലോ അളവില് കുരുമുളക് വെയിലത്തിട്ട് കഴുകി ഉണക്കി വെച്ചിട്ടുള്ളതാണ്. കുരുമുളക് ഒന്ന് വറുത്തെടുക്കണം. കുരുമുളക് വറുത്തെടുക്കാനായിട്ട് ചുവട് കട്ടിയുള്ള ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഉരുളി നല്ല പോലെ ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മുളക് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഉരുളിക്ക് നല്ല ചൂടുണ്ട്, ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 തണ്ട് കറിവേപ്പില ആദ്യമേ ചേർക്കാം. കറിവേപ്പില നല്ലോണം കഴുകിയതിന് ശേഷമാണ് ചേർത്തിട്ടുള്ളത്. ഈ കറിവേപ്പിലയിൽ ആ വെള്ളം ഒന്ന് മാറിക്കിട്ടട്ടെ. കറിവേപ്പിലയിലെ ആ ഒരു വെള്ളമയൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഒരു 15 ബദാമാണ് ചേർക്കുന്നത്. ഈ ബദാം ഞാനിപ്പോ ചേർക്കുന്നത് കറികളിലൊക്കെ നമ്മൾ കുരുമുളക് തനിച്ചുള്ള കറികളൊക്കെ തയ്യാറാക്കുമല്ലോ, അതിലേക്ക് ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ബദാം ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബദാമിന് പകരമായിട്ട് കാഷ്യൂസും ചേർക്കാവുന്നതാണ്. ഞാനിപ്പോ ബദാമും ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം. ബദാം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ 1 ടീസ്പൂൺ അളവില് പെരിഞ്ജീരകം, ഒരുപാടൊന്നും ചേർക്കണ്ട, ഈ 1 ടീസ്പൂൺ അളവിൽ ചേർത്താൽ മതിയാകും. നിങ്ങളിപ്പോ ഈ നല്ലൊരു വെയിലുള്ള സമയത്ത് പെരിഞ്ജീരകം, മല്ലി, മുളക്, ഉലുവ, കടുക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഉണക്കി സൂക്ഷിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മള് പെരിഞ്ജീരകം ചേർത്തൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവില് മല്ലി കൂടെ ചേർക്കാം. എല്ലാ കാര്യങ്ങളും ഉണക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും കേട്ടോ. അപ്പൊ ചെറിയ തീയിൽ തന്നെ വെച്ചു കൊടുത്താൽ മതിയാകും. അങ്ങനെ മല്ലിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴുകി ഉണക്കി വെച്ചിട്ടുള്ള കുരുമുളക് ചേർക്കാം. കഴുകിയൊക്കെ എടുക്കുമ്പോൾ ആ ഒരു ഇതിന്റെ ഉള്ളിലുള്ള മണ്ണും ചെളിയൊക്കെ നല്ലതുപോലെ പോകട്ടെ. വീടുകളിൽ ഉണക്കിയെടുക്കുന്ന കുരുമുളകാണെങ്കിൽ കഴുകുന്ന എടുക്കേണ്ട ആവശ്യമില്ല. പോലെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആൾക്കാര് നല്ലവണ്ണം കഴുകണം കേട്ടാ. കാരണം ഈ ബ്ലാക്ക് കളർ കൂടുതൽ കിട്ടാനും വേണ്ടിയിട്ട് അതിനകത്തേക്ക് കളർ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കറുപ്പ് നമ്മൾ വെള്ളത്തിലിട്ട് കഴിയുമ്പോഴേക്കും നല്ലപോലെ ഇളകി പോകട്ടതാ. ഇനി നമുക്കിതൊന്ന് ചെറിയ തീയിൽ വെച്ച് ഒന്ന് വറുത്തെടുക്കാം. കുരുമുളക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അതുകൊണ്ടാണ് ഞാനിതെല്ലാം ചേർത്തതിന് ശേഷം ചേർത്തിട്ടുള്ളത്. ഇപ്പോ ഞാന് കുരുമുളക് വറുക്കുന്നുണ്ടല്ലോ, ഈ ഒരു കൂട്ടത്തിലേക്ക് നമുക്ക് ഒരു കാര്യം കൂടെ ചേർക്കണം. ഇനിയിപ്പോ നിങ്ങൾ ബുൾസേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആ ഒരു സമയത്ത് ബുൾസയ്ക്ക് ടേസ്റ്റ് കൂട്ടാനും വേണ്ടിയിട്ട് ഈ ഒരു പൊടി ചേർത്താൽ മതി കേട്ടാ, കുരുമുളക് പൊടി. ഇതുവരെ നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ ചേച്ചിയുടെ ഇന്നത്തെ വീഡിയോ കണ്ടൊന്ന് തയ്യാറാക്കി വെക്കണേ. ഇത് നമ്മുടെ വിന്താലു ഈസ്റ്ററിന് ഒരുപാട് പേര് ട്രൈ ചെയ്തു, നല്ല അഭിപ്രായമാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. പെപ്പർ ചിക്കൻ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും കിട്ടുക. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ കറികൾക്ക് ചേർക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കൊഴുപ്പൊക്കെ കിട്ടണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചോറ് വെക്കുന്ന അരി കൂടെ ചേർത്ത് വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട്. അതുകൊണ്ട് ഞാനിപ്പോ അരി ചേർക്കുന്നില്ല കേട്ടോ. കുരുമുളകൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ടുള്ളത് എന്താന്ന് വെച്ചാല് ഈ ഒരു കാര്യങ്ങളൊക്കെ പൊടിച്ചെടുക്കുമ്പോൾ നല്ല പോലെ പൊടിയാനും പിന്നെ കുറച്ച് ദിവസം നമുക്കിത് ലാസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. നിങ്ങളിപ്പോ വീട്ടിലെ ജോലിക്കൊന്നും പോകാത്ത അമ്മമാരാണെങ്കിൽ ഈ 1/4 കിലോ അളവിൽ പൊടിക്കണ്ട കേട്ടാ. 100 ഗ്രാം പൊടിച്ചു വെച്ചാൽ മതി. കാരണം ഇതിന്റെ ആ ഒരു നിങ്ങൾ അടപ്പ് തുറക്കും മൂടി വെക്കും, അടപ്പ് തുറക്കും മൂടി വെക്കും. ആ സമയത്ത് ഇതിന്റെ ആ ഒരു ഫ്ലേവർ ഒക്കെ നഷ്ടപ്പെടാനും സാധ്യത കൂടുതലാണ്. അങ്ങനെ നമ്മുടെ ആ കുരുമുളകിൽ നിന്ന് ആവി പറഞ്ഞു തുടങ്ങിയിട്ട് കണ്ടോ, ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി പ്രത്യേകിച്ച് ഒരു പണിയില്ല. ഇതിന്റെ ചൂടാറ്റി എടുക്കുക, ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് പൊടിച്ചെടുക്കുക. നല്ല പോലെ പൊടിഞ്ഞു കിട്ടണമെങ്കിൽ പൊടിച്ചെടുത്ത പൊടി ഒന്ന് അരിച്ചെടുക്കുക. ഞാനിപ്പോ അധികം പൊടിച്ചെടുക്കുന്നില്ല, അധികം ഫൈൻ പൗഡർ ആയിട്ട് ഞാൻ പൊടിക്കുന്നില്ല, ഒന്ന് തരിതിരിപ്പായിട്ടാണ് കേട്ടോ പൊടിക്കുന്നത്. ബദാം പരിപ്പൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒരു പ്രത്യേക ഫ്ലേവർ ആണ് കേട്ടോ. നിങ്ങളുടെ കൈവശം ഇപ്പൊ ബദാം പരിപ്പൊന്നും ഇല്ല എങ്കിൽ അതൊന്നും ചേർക്കണ്ട. നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഞാനിത് നമ്മുടെ കാറ്ററിംഗുകാര് ചെയ്യുന്ന ഒരു പാചക രീതിയാണ് കാണിച്ചു തരുന്നത്. പിന്നെ ഇതിന്റെ ചൂടൊന്നാറ് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാനേ ഈ വീഡിയോ ഈസ്റ്ററിന് മുമ്പ് കാണിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ചേച്ചിക്ക് പ്രഷറായി പോയപ്പോ തലകറക്കമാണ്, ഇപ്പോഴും തലകറക്കം വരണം. അപ്പൊ അതുകൊണ്ട് കിടന്നിരുന്നൊക്കെയാണ് ചേച്ചി ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇപ്പൊ നമ്മുടെ കുരുമുളകിന്റെ ചൂടക്കൊന്ന ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ഉണങ്ങിയ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല തരിതരിപ്പായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഫൈനായിട്ട് പൊടിക്കാൻ, ഞാനിപ്പോ തരിതരിപ്പായിട്ട് തന്നെയാണ് പൊടിച്ചെടുക്കാനും പോകുന്നത്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം.
അങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. കുരുമുളക് പൊടിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു കഷ്ണം ചുക്കൊന്ന് ചതച്ചത് കൂടി ചേർക്കണം. ഞാനിത് നല്ലതുപോലെ വെയിലത്തിട്ട് ഉണക്കി വെച്ചിട്ടുള്ള ചുക്കായതുകൊണ്ടാണ് വറുക്കാതിരുന്നത്. നിങ്ങളിപ്പോ ഉണക്കിയെടുക്കാത്ത ചുക്കാണെങ്കിൽ നമ്മൾ കുരുമുളക് പൊടി വറുത്തതോടൊപ്പം തന്നെ ഈ ഒരു ചെറിയ കഷ്ണം ചുക്കും കൂടെ വറുത്തെടുക്കേണ്ടതാണ്. ഇനിയിപ്പോ കുരുമുളകിലേക്ക് മാറ്റിയിട്ട് ഇതുകൂടി ചേർത്ത് വേണം പൊടിച്ചെടുക്കാനായിട്ട്. അങ്ങനെ കുരുമുളക് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി ഇതേ ഉരുളിയിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ കുരുമുളക് പൊടിക്കുമ്പോൾ തന്നെ നല്ല ഫ്ലേവറാണ് കേട്ടോ. ഇപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ള പൊടി നമുക്ക് ചൂടാറിയതിനു ശേഷം ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കുരുമുളക് പൊടിയുടെ ചൂടിപ്പോൾ ആറി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പൊടി ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. നമ്മൾ ഈ ഒരു പൊടി സൂക്ഷിക്കേണ്ടത് കുറഞ്ഞ അളവിൽ നമുക്ക് നിത്യം ഉപയോഗിക്കാനായിട്ടൊരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റുക. അതിനുശേഷം കൂടുതൽ നല്ല അടച്ചുറപ്പുള്ള ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. ഇതിപ്പോ നിത്യ ഉപയോഗത്തിനായിട്ട് ഞാൻ മാറ്റിയിട്ടുള്ളതാണ്. നിത്യ ഉപയോഗത്തിന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ബാക്കിയുള്ളത് ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റുവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ തന്നെ ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.